ഇടതും വലതും ഭരിച്ചുമുടിച്ച ഗുരുവായൂർ വികസനം കൊതിക്കുകയാണെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിന് ശുദ്ധജലം പോലും കൊടുക്കാൻ LDF സർക്കാർ തയ്യാറായിട്ടില്ല. ഗുരുവായൂരിൽ നിന്നും വിജയിച്ചാൽ പ്രധാനമന്ത്രിയെ അടക്കം ഗുരുവായൂരിൽ എത്തിക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ വളരെ വേഗം നടപ്പിലാക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനൊപ്പമാണുള്ളത്. എന്തായാലും രാവിലെ തന്നെ അദ്ദേഹം വോട്ടുറപ്പിച്ച് ജനങ്ങളെ കാണുന്നതിൻ്റെ തിരക്കിലാണ്. വാഹന പ്രചരണത്തിനാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഗോപേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഗോപേട്ട, നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. അന്നപ്പം ഗുരുവായൂരടക്കം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ ഇങ്ങ് എടുക്കുകയല്ലേ നമ്മൾ? ഗുരുവായൂർ ഇങ്ങ് എടുക്കുകയാണ്, ഇങ്ങെടുത്തു. ഗുരുവായൂർ ഇനി ഒരു കാരണവശാലും ഗുരുവായൂർ മണ്ണിനെ നിഷേധിക്കുന്നവർക്ക് ഗുരുവായൂർ കൊടുക്കില്ല. ഗുരുവായൂർ മണ്ണിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവർക്ക് ഇനി ഗുരുവായൂർ ഒരിക്കലും ഉണ്ടാവില്ല, അതിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ വികസനം എന്നത് ഒരു വലിയ വിഷയമാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ കുടിവെള്ളമില്ല, അവിടെ മലിനജലമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഒരാളും തയ്യാറല്ല. കാരണം എന്തോ ഇവർക്കൊക്കെ ഗുരുവായൂരിനോട് ഒരു വെറുപ്പോ ഒരു ഭയമോ ഒരു താല്പര്യമില്ലായ്മയോ ഉണ്ട്. അത് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗുരുവായൂരിൽ ചർച്ച ചെയ്യുന്നത് കുടിവെള്ളം മുതൽ റോഡുകൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഗുരുവായൂരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്യണം. എന്താ സംശയം? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശ്മശാനം. ഞാൻ ചോദിക്കട്ടെ, ഈ ശ്മശാനം ആർക്കുള്ളതാ? ശ്മശാനം എന്ന് പറയുന്നത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് കൂടുതലും. കാരണം 1 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് മറ്റു പലർക്കും മറ്റു പല ആരാധനാലയങ്ങളിലുമാണ് അവരുടെ മൃതശരീരങ്ങളൊക്കെ അടക്കുക. പക്ഷേ ഈ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ മൃതശരീരങ്ങൾ അടക്കുന്നത് ഈ ശ്മശാനത്തിലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന ശ്മശാനങ്ങൾ, അതായത് ഇപ്പോൾ പുന്നയൂരിലെ ശ്മശാനം, അത് കോടിക്കണക്കിന് 1,40,00,000 രൂപയ്ക്കാണ്. അത് 12 ബോഡി അടക്കം ചെയ്തപ്പോൾ അത് പൊളിഞ്ഞ് താഴെ വീണു. എന്തുകൊണ്ട് അങ്ങനെ വീണു? കഴിഞ്ഞ 1 വർഷത്തിന് മുകളിലായി ഇവിടെ വികസനം കൊണ്ടുവന്ന MLA എന്തുകൊണ്ട് ആ ശ്മശാനം സംരക്ഷിക്കുന്നില്ല? ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് പുന്നയൂർക്കുളത്തെ ഹെൽത്ത് സെൻറ്റർ 6 വർഷമായി അടച്ചു കിടക്കുകയാണ്. 1 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. മാത്രമല്ല 1,75,00,000 കൊണ്ടാണ് പണിഞ്ഞത്. പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട അമ്മമാരുടെ പ്രസവത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് സെൻ്ററാണ്. അത് പൂട്ടിക്കിടക്കുകയാണ്. 6 വർഷമായി കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തേ വികസനം കൊണ്ടുവന്ന പിണറായിയുടെ ആളുകൾക്ക് എന്തുകൊണ്ടത് തുറന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല? അതേപോലെ തന്നെ ചേട്ടാ, ഒരു പ്രധാന ചോദ്യം കൂടിയുണ്ട്. അതായത് ഈ കഴിഞ്ഞ 1980 ശേഷം ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ചില വെളിപ്പെടുത്തലൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അതിനുശേഷം ശരിക്കും ഇടത് വലത് മുന്നണികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. അവർ ചെയ്ത കൊള്ളരുതായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി. അത് ഉറക്കം കിടല്ല, അവർക്ക് ഉറക്കമേ ഇല്ല. ഉറക്കമുണ്ടെങ്കിലല്ലേ കിടുക? ഉറക്കമേ ഇല്ല. കാരണം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത്. ഇതൊന്നും തുറന്നു പറയാൻ ആർക്കും തയ്യാറല്ല. തുറന്നു പറയാനുള്ള ആ പേടിയുണ്ടല്ലോ, ആ പേടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. സത്യം തുറന്നു പറയുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിന് അല്പം കയ്പുണ്ടാവും, സത്യത്തിന് മധുരവും കുറവാണ്, സത്യത്തിന് സൗന്ദര്യം കുറവാണ്. സത്യത്തിന് സൗന്ദര്യം കുറവായതുകൊണ്ട് സത്യത്തെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. എന്തായാലും ഈ നാളെ പ്രധാനമന്ത്രി വരികയാണ്. അതോടുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് കളം അങ്ങോട്ട് മുറുകയാണല്ലേ? യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ ഗുരുവായൂർ നടന്നിട്ടില്ല. ഈ ഗുരുവായൂരിലുള്ള എല്ലാ വികസനവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ കുറി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA വിജയിക്കുന്ന പക്ഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വന്നിട്ട് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഗുരുവായൂർ ഒരു തെക്കൻ വാരണാസിയാക്കി മാറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നാളെ പ്രധാനമന്ത്രി വരികയാണ്. തൃശ്ശൂരിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും പ്രവർത്തകർക്ക് ഏറ്റവും അധികം ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തുമ്പോൾ, തൃശ്ശൂരിലെത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലുണ്ടാവുന്ന ഫലം അത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതേപോലെ തന്നെ ഗുരുവായൂരിൽ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യച്യുതി തുറന്നു കാട്ടിയതോടെ അവരുടെ ഉറക്കം കെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.